യുവാക്കളെ നോട്ടമിട്ട സകല സംഘടനകളും യുവാക്കളിൽ ലൈംഗികമായ അഭിനിവേശം വളർത്താനാണ് പരിശ്രമിക്കുന്നത്. യുവാക്കളെ ദുഷിപ്പിക്കാൻ വേണ്ടി ആഗോളാടിസ്ഥാനത്തിൽ സയണിസം രൂപം കൊടുത്തപ്പോൾ, അവരുടെ ഗൂഢമായ പദ്ധതികൾ ജൂതന്മാരുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്തപ്പോൾ അവരാദ്യം പ്ലാനിട്ടത് സർവ്വമുക്കുമൂലകളിലും ചലച്ചിത്രത്തിന്റെ പ്രദർശനം നടക്കാനാണ്. അങ്ങനെ തുണിയുരിഞ്ഞ പെണ്ണിനെ കാണിച്ചുകൊണ്ട് യുവാക്കളുടെ സിരകളിലൂടെ ഓടുന്ന രക്തത്തെ ചൂടാക്കിയിട്ട് അവന്റെ വൈകാരികമായി അവനെ തളർത്തിയിട്ട് അവനെ മോശപ്പെട്ട വ്യഭിചാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് യുവാക്കളിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓ ചെറുപ്പക്കാരേ എന്ന് ആമുഖത്തോടുകൂടെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ മഅ്ശറസ് ശബാബ്, ഓ ചെറുപ്പക്കാരേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, നിങ്ങളിൽ വിവാഹത്തിന് ശേഷി ആർക്ക് തികഞ്ഞോ ഉടനെ അവൻ കാത്തു നിൽക്കരുത്, വിവാഹം കഴിച്ചോളണം. വിവാഹത്തിനുള്ള സാമ്പത്തികമായ ശേഷി എത്തിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ താമസിയാതെ വിവാഹം കഴിച്ചോളണം. കാരണം നിങ്ങളുടെ പ്രായം അതാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങളുടെ പ്രായം അതാണ്. ആ സമയത്ത് വിവാഹം കഴിച്ചാലുള്ള ഗുണം ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്ഫദു ലിൽ ഫർജി, മനുഷ്യന്റെ കണ്ണുകളെ തടഞ്ഞു നിർത്താൻ അത് ഏറ്റവും പര്യാപ്തമാണ്. അതുപോലെ തന്നെ അവന്റെ ലൈംഗികാവയവത്തെ തിന്മകളിൽ നിന്ന് കാത്തുസൂക്ഷിക്കാനും ആ സമയത്തുള്ള വിവാഹം ഏറ്റവും പ്രയോജനകരമാണ്. ഫഇല്ലം തസ്തതി, ഇനി അതിന് നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി അനുവദിക്കുന്നില്ലെങ്കിൽ ഫഅലൈക്കും ബിസ്സിയാം, നിങ്ങൾ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങളിലുള്ള ചോരത്തിളപ്പിനെ ഒന്ന് തടയിടാൻ നോക്കണേ. ഫഇന്നഹു ലഹു വിജാഉൻ, അതവനൊരു പരിചയാണ്. തിന്മകളിൽ നിന്ന് തടയാൻ, കണ്ണുകളെ തടയാൻ, മോശപ്പെട്ട രംഗങ്ങളിൽ നിന്ന് അവന്റെ കണ്ണുകളെ പിൻവലിക്കാൻ, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ടൊന്ന് ജീവിക്കാൻ നോമ്പ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ചെറുപ്പക്കാരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവസമൂഹത്തോട് വിളിച്ചു പറയാൻ കാരണം ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക പരിശുദ്ധി കളങ്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ചെറുപ്പക്കാരിൽ ഉണ്ടാകേണ്ടുന്ന ഈമാനികമായ ആവേശം പരിചയപ്പെടുത്തി അൽ കഹ്ഫിൽ ഗുഹാവാസികളെ പറ്റി പറഞ്ഞപ്പോ, ഇനി ചെറുപ്പക്കാരിൽ ആ പ്രായത്തിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ പരിശുദ്ധി ലൈംഗിക പരിശുദ്ധിയാണെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെയും അള്ളാഹു പഠിപ്പിച്ചു തന്നു. കൊട്ടാരത്തിൽ സർവ്വ സൗകര്യങ്ങളും ഒത്തിണങ്ങി കിട്ടിയിട്ടും ചെറുപ്പക്കാരനായ യൂസുഫ് നബി അലൈഹിസ്സലാം തിന്മയിലേക്ക് ആ പെണ്ണ് ക്ഷണിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? എനിക്ക് സാധ്യമല്ല. സ്ത്രീകൾ ക്ഷണിച്ചപ്പോഴും പറഞ്ഞത് എനിക്ക് സാധ്യമല്ല. റബ്ബിനോട് വേദന പങ്കുവച്ചു. റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. റബ്ബേ, തിന്മക്ക് വഴങ്ങിയിട്ടില്ലെങ്കിൽ കൽത്തുറുങ്കിലടക്കുമെന്നാണ് ഈ പെണ്ണ് പറയുന്നത്. ആ കൽത്തുറുങ്കാണ് റബ്ബേ അവര് ക്ഷണിക്കുന്ന വ്യഭിചാരത്തെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നീ എന്നെ പിടിച്ചു നിർത്തണം, നീ എന്നെ തടഞ്ഞു നിർത്തണം. അല്ലാ, നിന്റെ കാവലെനിക്കില്ലെങ്കിൽ ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോവുകയും അവിവേകം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകുമല്ലോ. റബ്ബ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന് ഉത്തരം കൊടുക്കുന്നു. ജയിലിലേക്ക് അയക്കാനുള്ള തീരുമാനം പ്രാർത്ഥനയുടെ ഫലമാണ്. മനസ്സിലാക്കണം, യുവസമൂഹം അല്ലാത്തവരുമൊക്കെ വിശ്വാസശുദ്ധി നേടിക്കഴിഞ്ഞാൽ ആ വിശ്വാസശുദ്ധിയുടെ ഏറ്റവും വലിയ ഫലമാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മൊത്തത്തിലുള്ള ധാർമ്മികമായ പരിശുദ്ധി. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധി നിലനിർത്തേണ്ടുന്ന ഏറ്റവും മഹനീയമായ ഒരു കാലഘട്ടമാണ് യൗവനം എന്നതിനാൽ യുവകാലഘട്ടത്തെയാണ് ഇസ്ലാം വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ മനുഷ്യനോട് പറഞ്ഞത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ചെറുപ്പം പിന്നിട്ടവരെ, ഏതു പ്രായത്തിലുള്ളവരാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. മഹാനായ ചെറുപ്പക്കാരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രായം നോക്കിയിട്ട് കൊടുത്ത ഉപദേശം എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുൻതു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞാനൊരിക്കൽ റസൂലുള്ളാന്റെ പിന്നിലിരിക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അള്ളാന്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ ഗുലാം, ഓ ചെറുപ്പക്കാരാ, ഇന്നി ഉഅല്ലിമുക ബികലിമാത്ത്, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരട്ടെയോ, ഞാൻ നിനക്ക് ചില കലിമകൾ പഠിപ്പിച്ചു തരാം എന്ന ആമുഖത്തോടുകൂടെ പറഞ്ഞിട്ട് പറയാണ്, മോനെ യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാനെ സൂക്ഷിക്കണേ, അള്ള നിന്നെയും സൂക്ഷിക്കും. അള്ളാന്റെ നിയമങ്ങളൊക്കെ കാവലുകളൊക്കെ നിയമ നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കണം. അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകണം. എങ്കിൽ നീ കുടുങ്ങൂല. യഹ്ഫളുക, അള്ള നിന്നെ സൂക്ഷിക്കും. യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിനക്ക് നിന്റെ മുന്നിൽ അവനെ കാണാൻ കഴിയും. നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. നിന്റെ മുമ്പിൽ റബ്ബുണ്ടാവും, നിന്റെ നേരെ റബ്ബുണ്ടാവും. അതുകൊണ്ട് നീ വളരെ കരുതലോടെ ജീവിക്കണേ. ചെറുപ്പക്കാരനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോടും മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറയാണ്, പ്രവാചകരെ ഔസിനി, എനിക്ക് ചില ഉപദേശങ്ങൾ തരൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, മുആദേ ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അല്ലാഹനെ സൂക്ഷിക്കണേ. വീട്ടിലാണെങ്കിലും മാതാപിതാക്കൾക്കൊപ്പമാണെങ്കിലും അല്ലെങ്കിലും വിദേശത്താണെങ്കിലും പാർക്കിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും മാളുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും കടലോരത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നീ അല്ലാഹനെ സൂക്ഷിക്കണേ. മുആദ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനോട് വസിയത്ത് കൊടുത്തതാണ്, എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചോളണം. ആ ഒരു ബോധമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഖൽബിൽ എപ്പോഴും നിലനിർത്തി കിട്ടേണ്ടത്. അങ്ങനെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ ആയുസ്സിന്റെ കാലഘട്ടമാകുന്ന യൗവനവും അത് പിന്നിട്ട് വരുന്ന കാലഘട്ടങ്ങളുമൊക്കെ വളരെയേറെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം കരുത്തും തൗഫീഖും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.